പത്രോസിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് നടക്കുന്ന സമയത്ത് ലോകം മുഴുവൻ്റെയും ശ്രദ്ധ നീളുന്നത് സിസ്റ്റൈൻ ചാപ്പലിലേക്കാണ്. കാരണം സിസ്റ്റൈൻ ചാപ്പലിലാണ് കർദിനാളന്മാർ ഒന്നു ചേർന്ന് കോൺക്ലേവ് സമ്മേളനം കൂടുന്നതും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതും. കൗതുകകരമായ ഒരു വാർത്ത, സിസ്റ്റൈൻ ചാപ്പലിനുള്ളിലേക്ക് കർദിനാളന്മാരെല്ലാവരും പ്രവേശിച്ചു കഴിയുമ്പോൾ അവസാനം വാതിലടയ്ക്കുന്ന ഉത്തരവാദിത്വം പ്രായത്തിൽ ഏറ്റവും ചെറുതായിട്ടുള്ള കർദിനാൾ ഡീക്കനായ ഭാരതീയനായ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ കൂവക്കാട് ജോർജ് കാർദിനലാണ് എന്നുള്ളതാണ്. സിസ്റ്റൈൻ ചാപ്പലിലേക്ക് നമ്മുടെ ശ്രദ്ധ നീളുന്ന ഈ സമയത്ത് സിസ്റ്റൈൻ ചാപ്പലിനെ പറ്റി കുറെ കൂടെ അറിയുന്നതും നല്ലതായിരിക്കും എന്ന് കരുതുന്നു. 15-ാം നൂറ്റാണ്ടിലാണ് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പണി ആരംഭിക്കുന്നത്. മൈക്കൽ ആഞ്ചലോ ആണ് സിസ്റ്റൈൻ ചാപ്പലിലെ പ്രധാനപ്പെട്ട ആർട്ട് വർക്കുകളെല്ലാം നടത്തിയിട്ടുള്ളത്. സിസ്റ്റൈൻ ചാപ്പൽ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം 16-ാം നൂറ്റാണ്ടിലാണ് മൈക്കൽ ആഞ്ചലോ സിസ്റ്റൈൻ ചാപ്പലിനുള്ളിലെ കലാസൃഷ്ടികളൊക്കെ നിർവഹിക്കാൻ ആരംഭിച്ചത്. രണ്ട് പ്രത്യേക ഗണത്തിലേക്ക് സിസ്റ്റൈൻ ചാപ്പലിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളെ നമുക്ക് വിഭജിക്കുവാൻ സാധിക്കും. ഒന്നാമത്തേത് അൾത്താരയിൽ വരയ്ക്കപ്പെട്ടിട്ടുള്ള അവസാന വിധിയുടെ ചിത്രീകരണമാണ്. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പ്രധാന അൾത്താരയിൽ മൈക്കൽ ആഞ്ചലോ വരച്ചിട്ടുള്ളത് അന്ത്യവിധിയുടെ ഒരു ചിത്രീകരണമാണ്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യപുത്രൻ ഭൂമി മുഴുവനെയും വിധിക്കാനായി വരുന്നത് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിക്കുന്ന ആർക്കും ഈ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മാസ്മരികമായ കലാവൈഭവം കണ്ട് വിസ്മൃതിയടയാവുന്നതാണ്, വിസ്മയത്തോടെ നിൽക്കാവുന്നതാണ്. എന്നാൽ അവിടെ ഫോട്ടോഗ്രഫി ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. കാരണം ഈ കലാസൃഷ്ടികളുടെ തനതാത്മകതയെ, അതിൻ്റെ സൗന്ദര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ ഫോട്ടോ എടുക്കുവാൻ ഇപ്പോൾ അനുവാദമില്ല. രണ്ടാമത്തെ ഒരു ചിത്രീകരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നാം വായിക്കുന്ന പല കാര്യങ്ങളുടെയും ചിത്രീകരണമാണ്. ദൈവം ആദത്തെ സൃഷ്ടിക്കുന്നത്, ഹവ്വായെ സൃഷ്ടിക്കുന്നത്, ആദ്യ പാപത്തിൻ്റെ സൃഷ്ടീകരണം, അതിനുശേഷം മനുഷ്യൻ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിൻ്റെ ചിത്രീകരണം, നോഹയുടെ പെട്ടകത്തിൻ്റെ ചിത്രീകരണം, ഇങ്ങനെയുള്ള പല കലാസൃഷ്ടികളും സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ആദത്തെ സൃഷ്ടിക്കുമ്പോൾ ദൈവവും ആദവും തമ്മിൽ വിരലുകൾ മുട്ടിക്കുവാൻ വേണ്ടി ഇങ്ങനെ കൈകൾ നീട്ടിപ്പിടിക്കുന്ന ആ ഒരു ചിത്രം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കാം. അങ്ങനെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ നിരവധി ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ദേവാലയമാണ് സിസ്റ്റൈൻ ചാപ്പൽ. ആ സിസ്റ്റൈൻ ചാപ്പലിനുള്ളിലാണ് കർദിനാളന്മാർ കോൺക്ലേവ് കൂടുന്നത്. അന്ത്യവിധിയുടെ ചിത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് രഹസ്യമായി അവർ ഈ വോട്ടെടുപ്പ് നടത്തുന്നത്. നാം ഓരോരുത്തരും ലോകം മുഴുവനും സിസ്റ്റൈൻ ചാപ്പലിലേക്ക്, സിസ്റ്റൈൻ ദേവാലയത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്ന ഈ സമയത്ത് നമുക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. സിസ്റ്റൈൻ ചാപ്പലിന് ഈ പേര് വരുന്നത് അത് ആദ്യമായി നിർമ്മിക്കാൻ ആഗ്രഹിച്ച മാർപ്പാപ്പയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ്. സിക്സ്റ്റസ് മാർപ്പാപ്പയാണ് ഈ ദേവാലയം നിർമ്മിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ആദ്യ പടികൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. അതിനാൽ ഈ ദേവാലയത്തിന് അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെ സൂചകമായി സിസ്റ്റൈൻ ചാപ്പൽ എന്നുള്ള പേരാണ് നൽകപ്പെട്ടിട്ടുള്ളത്. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അടയ്ക്കപ്പെട്ട മുറികളിലുള്ളിലേക്ക് തുറന്ന ലോകം മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന പുതിയ മാർപ്പാപ്പയെ കത്തോലിക്കാ സഭയ്ക്ക് ലഭിക്കുവാൻ, ലോകം മുഴുവനും ലഭിക്കുവാൻ.